സാധനങ്ങൾ മേടിക്കാനും പിന്നെ വേഗം വാട്ടർ ബോട്ട് മേടിക്കാനും. ഗൈസ് കാർ കുറച്ച് ദൂരത്തിൽ നിന്ന് അപ്പം ഞാനമ്മ നടന്നിട്ടാണ് പോയത്. അപ്പം ഗൈസ് ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഷോപ്പിംഗ്, സ്കൂൾ ഷോപ്പിംഗ്. ഞങ്ങൾ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് നോട്ട്ബുക്കും കവറൊക്കെ ചെയ്ത് ഞങ്ങൾ എടുത്ത് വെച്ചാണ്. അപ്പം അച്ഛ പറഞ്ഞു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോകണം. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് അച്ഛ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അങ്ങ് മനസ്സിലായി ഹൈപ്പർ മാർക്കറ്റിലേക്കാണെന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോലെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കുക എ ഗുഡ് പ്ലേസ് ടു ബി ബൈ ഗുഡ് തിങ്സ് എന്നുണ്ട്, അവിടെ നോക്കാം. അപ്പം അടിയിൽ എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ഐറ്റംസും കുറച്ച് സ്പൈസസും അങ്ങനത്തെ, പിന്നെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസും. അവിടുത്തെ ഞങ്ങൾക്കൊന്നും ആവശ്യമുള്ളതില്ല, ഞങ്ങൾക്ക് മുകളിലാണ്. മുകളിൽ കയറിയപ്പം കുഞ്ഞുന് പാത്രം, പിന്നെ ഹിക്കും ആദിക്കും ഓരോരു കുപ്പി, കുഞ്ഞിന് ലഞ്ച് ബോക്സ്, പിന്നെ സ്നാക്സ് ബോക്സും, പിന്നെ കുഞ്ഞിന് ബാഗും ഷൂസല്ല കുഞ്ഞിന് ചപ്പൽസാണ് സ്കൂളിൽ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അത് ഓരോരുത്തർ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാനും അമ്മയാണ് കുപ്പിയോ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ ഇതൊരു കോമഡി അറിയട്ടെ, ഇക്കും കുഞ്ഞിനും അവിടെ നിന്ന് കിട്ടി. പക്ഷെ ആദിക്ക് ഞങ്ങൾ 5-6 കടയിൽ കയറി. ആദിക്ക് ഒരു കടയിൽ നിന്നും കിട്ടുന്നില്ല. അവസാനം ഞങ്ങളുടെ മണ്ണാർക്കാടുള്ള പേപ്പർ മാർക്കറ്റ്, അങ്ങനെ അവിടെ കയറി നോക്കിയപ്പോഴാണ് ഇവന് ഇഷ്ടപ്പെട്ടത്, അമ്മയ്ക്ക് ഇവന് ഇഷ്ടപ്പെട്ട കുപ്പി. അതാണെങ്കിൽ ഓൺലി 1 പീസ് ഗൈസ്. പിന്നെ അവിടെ ഞാൻ നോക്കിയപ്പോൾ നല്ല ക്യൂട്ട് പെൻസിൽസും റൈസേഴ്സൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ നോക്കി. അപ്പോഴത്തേലും ഹൈപ്പർ മാർക്കറ്റത്തെ ഞങ്ങളുടെ ഓൾമോസ്റ്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ്. അതിന് മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് സ്റ്റേഷനറി, കുറച്ച് ഫുഡ്സും അത്ര തന്നെ. കുഞ്ഞിന് ബാഗ് വാങ്ങിച്ചില്ല, ബാഗൊക്കെ വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചത്. അതൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, കുഞ്ഞൂസാണല്ലോ, ആളെയും കൊണ്ട് ഒന്നും ഞങ്ങളെയും കൊണ്ട് വായിച്ചില്ല. അവിടെ ഞങ്ങൾ വന്നപ്പോഴേക്കും ഒടുക്കത്തെ മഴ ഗൈസ്, പിടിവിട്ട മഴ, എൻ്റെ മോനെ നല്ല മഴ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം ഒരു ഉച്ച സമയമായിരുന്നു കേട്ടോ ഗൈസ്. നല്ല വയറ് വിശന്ന് കത്തുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ച ഫ്യൂസ് ഉണ്ടല്ലോ, ഒറ്റ മൈൻഡിൽ കഴിച്ചു. ഫ്യൂസ് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല, പരസ്യത്തിൽ കാണാൻ ഫ്യൂസ് കഴിച്ചാൽ മതി വിശപ്പുള്ളൂ പോകും പറയണേ, അത് കഴിച്ചു. അപ്പോൾ സുഖം. പിന്നെ നിങ്ങൾ ആയിരിക്കും കഴിഞ്ഞല്ലോ, ഇനി ഒരു പരിപാടി. ഞങ്ങൾ മഴ തോർന്നിട്ട് നേരെ മണ്ണാർക്കാട്ടിൽ പോയിട്ടും പിന്നെയും കുറേ ഷോപ്പ് ചെയ്തു. ഷോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഷോപ്പിംഗ് ചെയ്തു ഞങ്ങൾ. അമ്മയ്ക്ക് ത്രെഡും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റിച്ചിങ്ങിൻ്റെ. അയ്യോ വീട്ടിലെത്തിയ 1 ടാസ്ക്, വണ്ടിയുടെ സാധനങ്ങളൊക്കെ ഇവിടേക്ക് ലോഡ് ചെയ്യില്ല. അത് ലോഡ് ചെയ്യുന്നപ്പോഴേക്കും നല്ല പണി. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നു, അതിലെന്തോ പറ്റിയത്. അവിടെ നിന്ന് കയറിയപ്പോഴേക്കും ഒടുക്കത്തെ ചൂട് ഗൈസ്, പിടിവിട്ട ചൂട് ഗൈസ്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. അപ്പം ഗൈസ് ഞങ്ങളുടെ അവസാനത്തെ പർച്ചേസിങ് അങ്ങനെ കഴിഞ്ഞു. രാവിലെ ഇറങ്ങിയതാ ഗൈസ്, ഇപ്പോഴാണ് ഞങ്ങളിന്ന് എത്തിയത്. അപ്പോൾ ഗൈസ് ഞാൻ കാണിച്ചു തരാം, വാ. അപ്പോൾ മോളിൽ നിന്ന് തന്നെ എടുത്ത് തുടങ്ങാം, താഴ്ന്നെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ആദീൻ്റെയും കുഞ്ഞിൻ്റെയും ബോക്സാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ലൈക്ക് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ആദിക്കും കുഞ്ഞിനും ഇങ്ങനത്തെ ഒരു ബോക്സ് വാങ്ങണത്. പിന്നെ ഗൈസ് ഇതിൽ പെർമനൻ്റിലായി ഞാൻ കാര്യം പറയട്ടെ, എനിക്ക് ആകെ പേപ്പർ മാർക്കറ്റിൽ നിന്ന് മാത്രമേ ഉള്ളൂ നെയിം സ്ലിപ്പ് കിട്ടാതെ. അവിടെ നിന്ന് ഒരു പൗച്ച് കിട്ടിയത്, ബാക്കിയുള്ളിടത്തു നിന്ന് എല്ലായിടത്തുനിന്നും നമുക്ക് നെയിം സ്ലിപ്പ് കിട്ടണം. അപ്പോൾ ഇതാണ് ആദ്യത്തെ വണ്ടിയല്ല ബോക്സ്, അതൊരു ഫ്ലാഷിൻ്റെയാണ് കേട്ടോ. അപ്പം എനിക്കങ്ങനെ വണ്ടികളെ പറ്റി അങ്ങനെ അറിയില്ലെങ്കിലും ഒരു രസമുണ്ട്. അവർ കുറച്ചും കൂടി പെയിൻറ്റിങ്ങൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന പേന, ഹൈലൈറ്ററൊക്കെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചാൽ ഞങ്ങൾക്ക് ആകാംക്ഷ മുതൽ അതിൻ്റെ ഉള്ളത്തെ ലുക്ക് എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഇതിലൊരു നല്ല കാര്യം പറയട്ടെ ഗൈസ്, ആദ്യൻ്റെയും കുഞ്ഞിൻ്റെയും ബോക്സിൽ സെയിമാണ്. ഇതിലിങ്ങനെ ഗ്രിപ്പുണ്ട്, നമുക്ക് പെട്ടെന്ന് വേസ്റ്റൊക്കെ എടുത്ത് കളയാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊരു നല്ലൊരു സെറ്റാണ്. പിന്നെ ആദിക്കും കുഞ്ഞൂസിനത് വെച്ച് നോക്കി നല്ലൊരു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അവർക്ക് രണ്ടാൾക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇവർക്ക് പിന്നെ ടയറില്ലല്ലോ, അതാണ് അവർക്കുള്ള ഇഷ്ടമില്ലായ്മയാണ്. പിന്നെ എനിക്ക് എന്തൊക്കെയാണെന്നാലും എനിക്ക് കാറുകളുടെ അങ്ങനെയൊന്നും ക്രേസ് ഇല്ലാത്ത ഒരാളാണെങ്കിലും എനിക്ക് ഒന്നുകൂടി കുഞ്ഞുവിൻ്റെയാണ് ഇഷ്ടമായി. ആ ഒരു ബ്ലാക്ക് കളറും പിന്നെ ഒരു പർപ്പിൾ ആൻഡ് ബ്ലൂ ഷെയ്ഡുള്ള റൈറ്റിങ്സൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. ആ ഒരു റൈറ്റിംഗ് ആണ് എനിക്ക് ആ സെൻട്രലായിട്ടുള്ള അവിടെയുള്ള റൈറ്റിംഗ് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുവിൻ്റെ ബോക്സാണ്. അപ്പോൾ കുഞ്ഞുവിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ കാണാം അവൻ്റെ സ്ലൈറ്റിൽ എഴുതുന്ന പെൻസിൽസൊക്കെ അല്ലേ, അതൊക്കെ പൊട്ടിക്കണം. പിന്നെ അവൻ അതിൻ്റെ ഉള്ളിൽ റേസറും ഒരു ഫ്ലവർ ടൈപ്പുള്ളൊരു റേസറും പിന്നെ അവൻ്റെ ഇങ്ങനത്തെ ഒരു കട്ടർ, ഇതെന്തോ ഒരു സ്പേസ്ഷിപ്പ് ഡ്രസ്സില്ലേ കോസ്റ്റ്യൂമിൽ, അങ്ങനത്തെ ഇതുണ്ട് കേട്ടോ. പിന്നെ പൂവിൻ്റെതും, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ടൊരു ഇതും പിന്നെ ഒരു കട്ടറുണ്ട്. പിന്നെ അതിന് മറ്റേതിൽ പോലത്തെ ഒരു ഗ്രിപ്പിംഗ് ഉണ്ട്. പിന്നെ ഇത്ര തന്നെ ഉള്ളൂ. ഇനി ഞാനിതൊന്നും ഇതിൻ്റെ ഉള്ളിൽ കയറ്റട്ടെ. അപ്പോൾ എൻ്റെ ബോക്സ് വന്നിട്ട്
ഹാരി പോട്ടറിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്തിരുന്നു. എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് കുറച്ച് കവായി സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതിൽ ഞാൻ ബ്ലൂ മാത്രം ചൂസ് ചെയ്തിട്ട് എൻ്റെ ബോക്സിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അവിടെ കുറച്ച് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ വേസ്റ്റ് ആവണ ഒരു ആളായതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുമ്പോൾ പിന്നെ മഷിയൊക്കെ പിടിച്ചിട്ട് ഞാൻ അതിൽ ഒരു വൈറ്റ് കളർ പേപ്പർ വെച്ചിട്ടുണ്ടോ. കട്ടറൊക്കെ ഷാർപ്പ് ചെയ്യുമ്പോഴേ നമുക്ക് അതിൽ വീഴുമ്പോഴത്തും കളയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഇത്ര കുറച്ച് സാധനങ്ങളുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ഗേൾസ് ആയതുകൊണ്ട് ഫുള്ള് മാച്ച്. പിന്നെ എടുത്തൊരു ഫ്ലവറിൻ്റെ ബ്ലൂ കളർ ഫ്ലവറിൻ്റെ ടൈപ്പാണ്. അപ്പം ആദ്യം നമുക്ക് സെറ്റാണല്ലോ. അപ്പോൾ ഞാൻ എന്താട്ടിയെന്ന് വെച്ചാൽ ഇതൊക്കെ എടുത്തേക്കണം. എന്താ വെച്ചാൽ ഇത് തുറന്നിട്ടാൽ ആദ്യം ഇങ്ങനെ ഒരേ കാര്യം പറഞ്ഞുതരാം, അത് അടയ്ക്കുക, അങ്ങനെ ഓരോ അടുത്ത കോമഡികളൊക്കെ പറഞ്ഞുതരാണേ. അപ്പം ഞാൻ ക്ലോസ് ചെയ്യട്ടെ കേട്ടോ. കുഞ്ഞിൻ്റെ ബോക്സ് എനിക്ക് നല്ല ഇഷ്ടമുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഇതെടുക്കാം. ഇതിന് നിങ്ങളെ നാട്ടിൽ പറയണേ ഈ സംഭവത്തിന് പറയണേ. ഞങ്ങളിവിടെ ചട്ട എന്നൊക്കെ പറയും. ചട്ട എനിക്ക് പിന്നെ അതറിയില്ല. എൻ്റെ ഒരു ഫാരി ടൈപ്പാട്ടോ. പിന്നെ ഞാനവിടെ എൻ്റെ പേര് ഒട്ടിച്ചിട്ടുണ്ട്, നെയിം സ്ലിപ്പ്. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ചട്ട എൻ്റെ പരിശാലിൽ കുറച്ച് കുട്ടിയൊക്കെ ഉണ്ട്. പിന്നെ ആദ്യം ഒരു ബുഗാട്ടി ടൈപ്പുള്ള ചട്ട കേട്ടോ. ഇതൊക്കെ അച്ഛനമ്മ വാങ്ങിച്ചാണേ. പിന്നെ ഇത്ര ഇതുള്ളൂ. നമുക്ക് ഇനി അടുത്ത സാധനം എടുക്കാം. അവിടെ കേൾക്കട്ടെ. പിന്നെ ഞങ്ങൾ കോമ്പസ് ബോക്സ് ഞങ്ങൾ കോമ്പസ് ഞങ്ങൾക്ക് 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും വേണം. അപ്പോൾ അതുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സെയിമാണ് ഡോംസിൻ്റെ. അപ്പം അതിൻ്റെ ഉള്ളിൽ എന്താ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചുകൂടി നല്ല ഇഷ്ടപ്പെട്ടു ഡോംസിൻ്റെ ബോക്സ്. നമുക്ക് പറഞ്ഞതിനേക്കാളും നന്നായിട്ടുണ്ട്. ഒരു പേനുണ്ട്, പിന്നെ അതും ഡോംസിൻ്റെയാണ്, എല്ലാം ഡോംസിൻ്റെ. പിന്നെ പെൻസിലുണ്ട്, ഒരു വലിയ പെൻസിലാണ്. പിന്നെ എക്സ്ട്രാ ഒരു സ്കെച്ചുണ്ട്. പിന്നെ കോമ്പസ്, റേസർ, പ്രൊട്രാക്ടർ, സ്കെയിൽ, അതൊക്കെ തന്നെ എല്ലാം കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ അതിൻ്റെ സെയിം ആയതുകൊണ്ടാണ് ഞാൻ ആദ്യമേയും കൂടി കാണിച്ച് തരാത്തത് കേട്ടോ. ഓക്കെ, അപ്പം ഇത് ഇത്രതന്നെ ഉള്ളൂ. എൻ്റെ ഇത് ഫുള്ള് കയറിയാണ് ഗൈസ്. കുഞ്ഞൂസ് കയറിയതാണ്. ഞാൻ എന്ത് കാട്ടാനാ. അപ്പോൾ അത് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതെടുത്തേക്കട്ടെ. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് കുറേ നേരമൊക്കെ ഷോപ്പിങ്ങൊക്കെ ചെയ്തു. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് ഞങ്ങൾക്ക് പിന്നെ അത്യാവശ്യമാണല്ലോ കോമ്പസ് ബോക്സ്. രണ്ടെണ്ണം സെയിമാണ് കേട്ടോ. കണ്ടോ, എൻ്റെ കുറച്ച് കീറിയണതാ പ്രശ്നം. പിന്നെ ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ച കുറച്ച് സ്റ്റേഷനറി ഐറ്റംസാണ്. അവിടുന്ന് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ ഡോംസിൻ്റെ 2 സ്കെയിലാണ് വാങ്ങിച്ചത്. അവിടുന്ന് നെയിം സ്ലിപ്പ് കിട്ടിയിരുന്നു കേട്ടോ. നെയിം സ്ലിപ്പ് ചായപ്പൊടിയും കിട്ടിയിരുന്നു. ഡോംസിൻ്റെ സ്കെയിൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമലിൻ്റെ സ്കെയിലാണ് കിട്ടിയത്. പിന്നെ കുഞ്ഞിനൊരു പേസ്റ്റ് വാങ്ങിച്ചു. പിന്നെ അവിടുന്ന് ഫ്രീ ആയിട്ട് ചായപ്പൊടി ഇട്ടിരുന്നു. പിന്നെ ഞങ്ങളിവിടെ ഒരു ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടേക്കുള്ള ചോക്കാളും എടുത്തിരുന്നു കേട്ടോ. പിന്നെ എന്താ കുഞ്ഞിനൊരു ക്യാൻഡി കിൻഡർ ജോയ്ക്കണേ. പിന്നെ എനിക്കൊരു നോട്ട് പാഡ് ഉണ്ട്. എന്താ വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി എഴുതാനൊക്കെ വേണ്ടിയിട്ടേ. പിന്നെ കുഞ്ഞൂസിന് ഞാൻ പറഞ്ഞില്ലേ ചപ്പൽസാണ് അവൻ അവലോട് ഷൂസ് ഇല്ല. അപ്പം ഞങ്ങൾക്കിത് കണ്ടപ്പോൾ എനിക്ക് നെസ്റ്റ് അടിച്ചു. എന്താ വെച്ചാൽ പുലിമുരുകനത്തെ ചെരുപ്പ് പോലെ തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. എന്താ വെച്ചാൽ ഞാൻ കടയിലൊക്കെ പോയി പറയാം പുലിമുരുകൻ ടൈപ്പ് ചെരുപ്പുണ്ട്. പിന്നെ അമ്മേനത്തെ അതിൻ്റെ പിക്ചർ ഉണ്ടായിരുന്നു ചെരുപ്പിൻ്റെ കേട്ടോ. പിന്നെ ഞങ്ങൾ ലഞ്ചാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്നും കർച്ചീഫില്ല, അതിൻ്റെ ഇതിന് പറയുന്നത് എനിക്കറിയത്തില്ല. അത് നീളത്തിലുള്ള മാറ്റിയത് കേട്ടോ. അത് എന്നും പൊതിയും. കുഞ്ഞൂസിന് അത് എക്സ്പെഷ്യലി വേണം. എന്താ വെച്ചാൽ ഒന്ന് ഫുഡ് കളയുമല്ലോ, ഒറ്റക്കല്ലേ കഴിക്കുന്നത്. അപ്പോൾ അതുണ്ട്. പിന്നെ ഇനി അവസാനം വരാൻ പോകണമാണ് എനിക്കും ആദ്യം കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. പിന്നെ കുഞ്ഞുവിനാണത് മെയിൻ എക്സ്പെഷ്യലി. അപ്പോൾ കുഞ്ഞുവിൻ്റെ ഒരു ബാഗ് എന്ന് വെച്ചാൽ ഒരു സ്പൈഡർമാൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു 3D പ്രിൻ്റഡ് പോലെ ഒരു ടച്ച് ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് അതിന് എന്താ പറയുക അറിയില്ല. ഇതിന് 800 സംതിങ് ഒക്കെ റേറ്റ് വന്നിട്ടുണ്ട് ഈ ബാഗിന് കേട്ടോ. പിന്നെ കുഞ്ഞൂന് കുറച്ചും കൂടി സ്പൈഡർമാൻ, ഇപ്പോൾ അവഞ്ചേഴ്സൊക്കെ നോക്കുന്നുണ്ടോ അവഞ്ചേഴ്സൊക്കെ ഇങ്ങനെ ഫോണിൽ കണ്ടിട്ടേ. പിന്നെ പുലിമുരുകൻ്റെ വലിയൊരു ഇത് തന്നെയായിരുന്നു കുറച്ച് കാലം മുമ്പേ. ഇപ്പോൾ സ്പൈഡർമാനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് ഞങ്ങളുടെ ആദ്യൻ്റെ കുപ്പി കേട്ടോ. നമ്മൾ അത്രയും നേരം അന്വേഷിച്ച് കിട്ടിയ കുപ്പിയാണിത്. ഇതാണ് എൻ്റെ കുപ്പി. ഇത് വള്ളിയൊക്കെ ഞങ്ങൾ കിട്ടും. പിന്നെ വരാൻ പോണ കുഞ്ഞിൻ്റെ കുപ്പി. കുഞ്ഞുവിന് ഇത് നല്ല ഇഷ്ടമായിരുന്നു. കുഞ്ഞൂസ് ഇതും പിടിച്ചോണ്ട് ഇന്നെ നടക്കുന്നു കേട്ടോ. പിന്നെ കുഞ്ഞൂസിന് ജോമെട്രിക് ബോക്സ്
ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും കേട്ടോ. പിന്നെ കുഞ്ഞുൻ്റെ ലഞ്ച് ബോക്സ് ഞങ്ങൾ കുറേ തപ്പിട്ടാണ് കിട്ടിയത്. എന്താ വെച്ചാൽ സ്റ്റീലിൻ്റെ നോക്കണം, പക്ഷെ അമ്മ ഇങ്ങനത്തെ അല്ല ഉദ്ദേശിച്ചത്. അമ്മ ഉദ്ദേശിച്ച പോലെ കിട്ടിയിട്ടുമില്ല. പക്ഷേ ഇതൊക്കെയാണ്, അങ്ങനെ സ്റ്റീലാണല്ലോ പറ്റുക. അപ്പോൾ ഒരു കുഞ്ഞു കറി ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു അടപ്പം, പിന്നെ ഫോർക്കും സ്പൂണും 2 അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ട് കേട്ടോ. പിന്നെ അതിൽ ഇൻസെക്ട്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നു, എങ്ങനെ വരാനല്ലേ അതിൻ്റെ ഉള്ളൊക്കെ ഇങ്ങനെ അടച്ചൊക്കെ വെച്ച്, എന്നാലും അത് വെക്കുന്നത് നല്ലതാണ്. അതിനൊരു ഇതുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കുപ്പി, അതിൻ്റെ കുപ്പി, അത് കുഞ്ഞിൻ്റെ കുപ്പി. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഇതിന് മുമ്പേ അച്ഛനും അമ്മയും പുറത്ത് പോയിട്ട് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ തയ്ച്ചിട്ടുണ്ട് കേട്ടോ, യൂണിഫോമൊക്കെ തയ്ച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്കൂൾ ഷോപ്പിംഗ് ആൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ, നിങ്ങൾ ഏത് സ്കൂളിലാണ്, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നൊക്കെ പറയണേ. പിന്നെ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ സ്കൂൾ ഷോപ്പിംഗ്. ഞങ്ങളുടേത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്നുമില്ലല്ലോ. ഇനി എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബായ്. നമ്മൾ സ്കൂൾ ഓർക്കുമ്പോൾ കാണാം. എല്ലാവർക്കും ബൈ.